അക്ഷരമുറ്റത്തെ ഒട്ടുമാവ്. എല്ലാം നഷ്ടപ്പെട്ട് പുത്തഞ്ചിറ കുടുംബ വീട്ടിൽ നിന്ന് വാപ്പ ഞങ്ങളുമായി പടിയിറങ്ങി. തോളിൽ പെരയുമായെന്ന വാപ്പയുടെ പദപ്രയോഗം ഇന്നും മനസ്സിൽ മറയാതെ കിടക്കുന്നു. ആ കാലത്താണ് അഴീക്കോടുള്ള ഉമ്മ വീട്ടിലേക്ക് പോകുന്നത്. പതിയെ അവിടെ ഒരു വാടക വീട്ടിലേക്ക് താമസം തുടങ്ങി. അങ്ങനെ ഹമദാനിയയിൽ 1-ാം ക്ലാസ് വിദ്യാർത്ഥിയായി. ഉമ്മയുടെ വിരലിൽ തൂങ്ങിയാണ് ആ മുറ്റത്തെത്തുന്നത്. അന്നുമ്മ ഒരു പച്ച സാരിയാണ് ധരിച്ചിരുന്നത്. എൻ്റെ ആദ്യ അധ്യാപിക ശ്രീദേവി ടീച്ചർ. 1-ാം ക്ലാസ്സുകാരൻ്റെ ഓർമ്മകൾ അങ്ങനെ ചിലതിൽ ചുരുങ്ങുന്നു. 2-ാം ക്ലാസ്സിലെ സേതുലക്ഷ്മി ടീച്ചർ, 3-ാം ക്ലാസ്സിലെ ഷെബാന ടീച്ചർ, അതേ ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ കുട നഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കുട തിരിച്ചു കൊടുക്കുന്നത് അവള, കണക്ക് പുസ്തകത്തിൻ്റെ പുറംചട്ട, അങ്ങനെ ഓർമ്മകൾ ഒഴുകിപ്പോകുന്നു. 4-ാം ക്ലാസ്സിലെ ഓർമ്മകളുടെ ചിത്രത്തിന് കുറച്ചു കൂടുതൽ നിറവും കട്ടിയുമുണ്ട്. സ്നേഹനിധിയായ ബേനസി ടീച്ചർ. ഒരു ഉമ്മയുടെ സ്നേഹം പലപ്പോഴും നിറഞ്ഞു നിന്നിരുന്നു. ടീച്ചറുടെ തെക്ക് തെക്ക് തിരുവനന്തപുരം എന്ന് തുടങ്ങുന്ന കേരള ജില്ലയുടെ പേരുകൾ കോർത്തിണക്കിയ പാട്ടിലെ വരികൾ ഒരു വരി പോലും തെറ്റാതെ ആ കുട്ടി മനസ്സിൽ ഇന്നും മറയാതെ കിടക്കുന്നു. അതിനിടെയാണ് അത് സംഭവിച്ചത്. ക്ലാസ് മുറിയിൽ 2 രൂപ മോഷണം പോയി. 2 കുട്ടികൾ കൂടി മറ്റൊരു കുട്ടിയുടെ 2 രൂപ മോഷ്ടിച്ചു. ആ സമയം ഇതൊന്നും അറിയാതെ അവിടെ ഉണ്ടായിരുന്ന ഞാൻ കുറ്റാരോപിതനായി. ഞാൻ അത് ചെയ്തിട്ടില്ലെന്ന് മാറി മാറി പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല. എൻ്റെ വിഷമം കണ്ട് ആ 2 രൂപ ടീച്ചർ ആ കുട്ടിക്ക് നൽകി. എന്നിട്ട് ഇനി നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് ഒരു ഉമ്മയെപ്പോലെ എന്നോട് പറഞ്ഞു. ആ വാക്ക് എൻ്റെ കുഞ്ഞു മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഇനി ചെയ്യരുത് എന്നത് ഇപ്പോൾ ഞാൻ ചെയ്തുവെന്ന് ടീച്ചറും വിശ്വസിച്ചുവെന്നല്ലേ, അതെന്നെ ഏറെ തളർത്തി. ദിവസങ്ങൾക്ക് ശേഷം സത്യം തെളിഞ്ഞു. ടീച്ചർ എന്നെ ചേർത്ത് പിടിച്ചു. അതോടെ ഞാൻ വീണ്ടും പ്രവർത്തന നിപുണനായി. ആ സമയത്താണ് മൊയ്തീൻ സാർ ഫുക്കുവോക്ക കുട്ടികളുടെ കലാകൃതി എന്ന പേരിൽ കുറിപ്പ് ഇറക്കുന്നത്. ടീച്ചറുടെ ശിക്ഷണത്തിൽ പട്ടിയും കുട്ടിയും എന്ന പേരിൽ ഒരു കൊച്ചു കഥ ഞാനും എഴുതി. ഒരു കൊച്ചു എഴുത്തുകാരൻ എന്ന അഹങ്കാരത്തിൽ എന്നെ അന്ന് എത്തിച്ചത് ഒരു പുഞ്ചിരിയോടെ ഇന്നും ഓർക്കുന്നു. ടീച്ചറുടെ പിന്തുണയിൽ 2 വട്ടം ഫുക്കുവോക്കയിൽ എഴുതി. ടീച്ചറുടെ പാഠപുസ്തകങ്ങളെക്കാൾ ഞാൻ പഠിച്ചതും ഇഷ്ടപ്പെട്ടതും ചെടികളും അവയുടെ പരിപാലനവുമാണ്. ക്ലാസ് കഴിഞ്ഞുള്ള മുഴുവൻ സമയവും ടീച്ചർ ചെടികളുടെ കൂടെ ഞങ്ങളുമായി നടക്കും. ഒരിക്കൽ സ്കൂളിൻ്റെ നടുമുറ്റത്ത് ടീച്ചർ എന്നെ കൊണ്ടൊരു മാവ് നട്ടു. പിന്നീട് ആരൊക്കെയോ അതിന് വെള്ളമൊഴിച്ചു, വളമിട്ടു. അങ്ങനെ ആ മാവ് വളർന്നു. ഇന്നും കുട്ടികൾ ആ മാവിൻ ചുവട്ടിൽ തണൽ ആസ്വദിക്കുമ്പോൾ ഞാൻ എന്ന 4-ാം ക്ലാസ്സുകാരൻ ഇന്നും അവർക്കിടയിൽ ഓർമ്മകളുടെ ആ പഴയ പുസ്തകം തുറക്കുന്നു.